ഹായ് ഓൾ, നമസ്കാരം. ASB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SSCയുടെ എക്സാമിനേഷനുമായിട്ട്, പ്രത്യേകിച്ച് SSC MTS ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ മാത്സിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം മാത്സ് ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നവരുണ്ടാവും, ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയൊരു രീതിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ്, ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ തുടങ്ങുമല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, പേപ്പറും പേനയൊക്കെ എടുത്ത് കൈ വെച്ചിരിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി. എ മാൻ ബൈസ് ആൻ ആർട്ടിക്കിൾ ലിസ്റ്റഡ് അറ്റ് ₹1,200 and gets the successive discounts of 10 and 20. ഓക്കെ ആണല്ലോ. ഹി സ്പെൻഡ് 10 ഓഫ് ഹിസ് കോസ്റ്റ് പ്രൈസ് ഓൺ ട്രാൻസ്പോർട്ട്. വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ദ ആർട്ടിക്കിൾ ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 15%? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ ഒരു ആർട്ടിക്കിൾ വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 1200 രൂപയ്ക്ക് വാങ്ങിച്ചു അല്ലേ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ആൻഡ് ഹി ഗെറ്റ്സ് അല്ലെങ്കിൽ ലിസ്റ്റഡ്, വാങ്ങിച്ചു എന്നതിലുപരി 1200 രൂപയുടെ ഒരു സാധനം ഇയാൾക്ക് ലഭിച്ചു. എത്ര രൂപയ്ക്ക് ലഭിച്ചു? അവിടെ 2 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈ 1200 എന്താ ഒരു 10% ഡിസ്കൗണ്ടും പിന്നെ എത്രയാണ് 20% ഡിസ്കൗണ്ട് കൊടുത്ത് ആ ഒരു പൈസക്കാണ് ഇയാൾ വാങ്ങിച്ചത്. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ആ വാങ്ങിച്ചതിന്റെ 10% രൂപ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കൊടുത്തു. ക്ലിയർ ആണല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് 15% ലാഭം കിട്ടണം. എത്ര രൂപയ്ക്ക് വിറ്റാൽ? ഇതാണ് ചോദ്യം. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഡിസ്കൗണ്ടുകൾ A%, B%ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? A+B - AB/100 ആണല്ലേ. A+B - AB/100. ഇത് നമ്മൾ ക്ലാസ്സിൽ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം പറയും. നമ്മളിവിടെ ഷോർട്ട് കട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര കിട്ടും ഇവിടെ? 10 ഉണ്ട്, 20 ഉണ്ട് അല്ലേ. -20 × 10/100. അപ്പോൾ ഇത് രണ്ടും കൂടെ വെട്ടി. അപ്പം നമുക്ക് എത്രയാണ്? 30 - 2 എത്രയാ? 28% ഡിസ്കൗണ്ട് കിട്ടി. ശ്രദ്ധിച്ച്, 28% ഇദ്ദേഹത്തിന് ഇവിടെ എന്ത് ചെയ്തത്? ഡിസ്കൗണ്ട് കിട്ടിയത്. അപ്പോൾ ഇയാൾ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കായിരിക്കും? ഇയാളുടെ CP എന്ന് പറയുന്നത് എത്രയാ? 1200ന്റെ എത്രയാണ്? 78%. 1200ന്റെ എത്രയാ? 78 അല്ല, 72%. ക്ലിയർ ആണല്ലോ. 1200ന്റെ എത്ര ശതമാനമാണ്? 72%. എങ്ങനെ 72% വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 28% ഡിസ്കൗണ്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് തമ്മിൽ വെട്ടി 72 × 12 ആകുമ്പോൾ 72 × 10 720 പ്ലസ് എത്ര? 144 വരുന്ന സമയത്ത് 864. ക്ലിയർ ആണല്ലോ. എത്ര വരുന്നുണ്ട്? 864 രൂപ ഇയാൾക്ക് എന്ത് ചെയ്തു? വാങ്ങിക്കും. ഇയാൾ 864 രൂപയ്ക്ക് ഇയാൾ വാങ്ങിച്ചു. ഓക്കെ, ഇനി ഇതിന്റെ 10% ഇയാളെ എന്ത് ചെയ്തു? ട്രാൻസ്പോർട്ടേഷൻ മുടക്കി. ഇതിന്റെ 10% എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സ്ഥാനം മാറ്റി അങ്ങ് കുത്തിട്ടാൽ മതി അല്ലേ. അപ്പോൾ ഇയാൾക്ക് കറക്റ്റായ CP, ഇയാളുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 864 പ്ലസ് 86.4. അപ്പോൾ എത്ര വരുന്നുണ്ട്? 950.4 രൂപയായി. ഇയാളുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 950.4. ക്ലിയർ ആണല്ലോ. ഇനി ഇയാൾക്ക് 15% ലാഭം കിട്ടണം. 15% ലാഭം കിട്ടണം എന്ന് പറയുമ്പോൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? 115/100 കൊണ്ട് ചെയ്താൽ മതി. എത്രയാണ്? 115/100 കൊണ്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 950.4നെ
എന്ത് ചെയ്യുക, 115 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ഗുണിക്കുമ്പോൾ അപ്പം ജസ്റ്റ് ഒന്ന് ഗുണിച്ച് നോക്കിയേ വേഗം എന്ത് ചെയ്തേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ സാധാരണ ഗണിക്കുന്നത് 100നെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും കേട്ടോ. ഞാൻ സാധാരണ ഗുണിക്കുന്നത് 100നെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക, 115നെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക, 100, 10, 5 എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ 9504 20. പോയിന്റിൻ്റെ കാര്യം പിന്നെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടുത്ത കേസിലേക്ക് വരുമ്പോൾ 9504 10. ഇനി 5 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് പകുതി എടുത്താൽ പോരെ, പകുതി എടുത്തിട്ട് ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ പോരെ. അപ്പോൾ എത്ര വരും, 4. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ 069 29. ഓക്കെ. ഒരു സാധനം മാറ്റി. അപ്പോൾ നമുക്ക് എത്ര രൂപയായി, 1092.96. ഓക്കെ ആണല്ലോ, 92.96. ഓക്കെ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇതിനെ അല്ലാതെ തന്നെ എന്ത് ചെയ്യാം, 1504 ഇൻറ്റു എത്രയാ, 155 ചെയ്യാം, ഇതുകൊണ്ട് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതായത് സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ഗുണിച്ചാലും നമുക്ക് ആൻസർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, മാറ്റി കുത്തിടുക. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ, ഇയാളുടെ SP എന്ന് പറയുന്നത് ഇയാൾ 15% ലാഭം കിട്ടാൻ, അപ്പോൾ ഇയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണം, 1092.96. 1092.96. എടാ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് CP വരുന്നു. പക്ഷേ ഇയാൾ 10% എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇവിടെ CP എന്ന് ഉദ്ദേശിക്കുന്നത് അയാളുടെ മുടക്കുമുതലാണ്. ഒരു സാധനം വാങ്ങിച്ചാൽ അയാൾക്ക് എത്ര രൂപയായോ അതിനെ സംബന്ധിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഓക്കെ അല്ലേ? ദെൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, the ratio of milk and water is 55 kg of mixture. അതായത് 55 kg ഓഫ് മിക്സറിനകത്ത് ഒരു മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് ഏതാ, 7:4 ആണ്. ഓക്കെ ആണല്ലോ, 7:4 ആണ്. എന്നിട്ട് ഇവരെന്തോ പറഞ്ഞിരിക്കുന്നത്, the quantity of the water that must be added to make the ratio. ഇനി എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്താൽ ഇത് ഏത് റേഷ്യോയിലേക്ക് വരും, 7:6 എന്ന റേഷ്യോയിലേക്ക് വരും. 7:2. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കി, ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. ഇവിടെ മിൽക്ക് ഈസ്റ്റ് വാട്ടർ അല്ലേ, മിൽക്ക് ഈസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് മിൽക്ക് 7 അല്ലേ. പിന്നെ രണ്ടാമത്തെ കേസിൽ വെള്ളം ആഡ് ചെയ്തപ്പോഴും മിൽക്ക് എത്ര തന്നെ, 7. അപ്പോൾ മിൽക്കിന് വ്യത്യാസം വന്നിട്ടില്ല. എന്തിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, നമ്മളുടെ വാട്ടറിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2x കൂടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നോക്കിയേ, ഇത് രണ്ടും കൂടെ കൂട്ടി, ഏതാ, മിൽക്ക് പ്ലസ് വാട്ടർ. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 7x പ്ലസ് 4x എന്ന് പറയുന്നുണ്ട്, 11x അല്ലേ. ഈ 11x ആണല്ലോ എന്തെന്ന് പറയുന്നത്, 55 എന്ന് പറയുന്നത്. 11x അല്ലേ 55 എന്ന് പറയുന്നത്. അപ്പൊ x എന്ന് പറയുന്നത് എത്രയായിരിക്കും, 55/11 എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്, 5. x എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ x 5 കിട്ടി. നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചായിരുന്നു എന്ത്, 6 4 ആവണം, 2x ആവുകയാണല്ലേ. നമ്മൾ വേറെ സെപ്പറേറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. 4x 6x ആയിട്ട് മാറി. അപ്പൊ x എന്ന് പറയുന്നത് 5 ആയിട്ട് കിട്ടി. അപ്പോ 2x അല്ലേ ഇവിടുത്തെ വ്യത്യാസം വരുന്നത്. അപ്പൊ 2 × 5 = എത്ര വരും, 10 kg. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, 10 kg. ക്ലിയർ ആണല്ലോ? വേറെ മാർഗങ്ങളും ഒക്കെ ഉണ്ട്. സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് വേറൊരു രീതിയിൽ ചെയ്യാവുന്ന മറ്റു കേസുകളൊക്കെ ഉണ്ട്. ഏതാ, ഈ എന്താണ്, മിൽക്ക് എന്ന് പറയുന്നത് എത്രയാ, 7/11 ആണ്, ഓഫ് 55. അപ്പൊ 35 കിട്ടും. 35 എന്ന് പറയുന്നത് ഏതാ, 35 എന്ന് പറയുന്നത് 55 എന്ന് കുറയുമ്പോൾ 20 കിട്ടും. 20 എന്ന് പറയുന്നത് 4x ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയൊക്കെ ചെയ്യാവുന്നതുണ്ട്. ഞാൻ അത്രയത്തിലൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. സിമ്പിൾ ആയിട്ട് ഇത്രയും മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ.
ദ നെക്സ്റ്റ് ടേം ഓഫ് ദ സീരീസ് 1 2 6 24 120. അപ്പോൾ നോക്കിയേ ഈസ് ഡാഷ്. അപ്പോൾ ഒരു സീരീസ് ആണ് തന്നിരിക്കുന്നത്. എത്രയാ? 1 2 6 24 120. അങ്ങനെയാണ് അടുത്തത് ഏതാണ്? അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ രണ്ട് രീതിയിൽ മനസ്സിലാവും. 1 + 1 എത്രയാ? 2 ആ. അതേപോലെ തന്നെ 2 + 4 ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നോക്കിയേ, ഇവിടെ +1 വരുന്നു, ഇവിടെ എത്രയാണ്? +4 വന്നു, ഇവിടെ വന്നപ്പോൾ +18 വന്നേ അല്ലേ? അപ്പോൾ വലിയൊരു വ്യത്യാസം അവിടെ ഫീൽ ചെയ്യുന്നില്ലയോ? ഇവിടേക്ക് വന്നപ്പോൾ അതിൽ കൂടുതൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എത്ര? 96 വരെ വന്നിട്ടുണ്ട് അല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു രീതി അല്ല ഇവിടെ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു മാർജിനാണ് വ്യത്യാസമെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതിന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആണോ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ ആണോ വന്നിരിക്കുന്നത്? 1 × 2 ആണ് ഏത്? 1 × 2 ആണ് ഏത്? 2. ഇനി അതേപോലെ തന്നെ 2ഉം 6ഉമായിട്ട് നോക്കിയേ. 2 × 3 അല്ലൂടെ 6. അപ്പൊ നോക്കിയേ 2 3 വന്നല്ലേ. ഇനി അതേപോലെ തന്നെ അടുത്ത കേസിലേക്ക് വന്നു കഴിഞ്ഞ് 6 × 4 അല്ലേ 24. അപ്പൊ അതേപോലെ തന്നെ അടുത്ത് നോക്കിയേ 24 × 5 അല്ലേ 120. അപ്പൊ നോക്കി എങ്ങനെയാ വന്നിരിക്കുന്നത്? × 2 × 3 × 4 × 5. സ്വാഭാവികമായിട്ടും അടുത്തത് ഏത് വരാം? × 6. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 120 × 6 എത്ര വരും? 720. എത്ര വരും ഇവിടെ? 720. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ വലിയൊരു രീതിയിൽ ചിന്തിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് മാത്രം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം ഇതെങ്ങനെ ചിന്തിക്കണം, ഇവിടെ സിമ്പിൾ ഇത് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചിന്തിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നുണ്ട്? പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ടൈമിന്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ഞാൻ ഈ യൂട്യൂബിലൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത്രയും പറയുമ്പോൾ നിങ്ങളുടെ അത്രയും ടൈമായിട്ട് പോകുന്നത്. ബാക്കി ഒരുപാട് പേര് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കേസ് ഉള്ളതുകൊണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്ത കേസിലേക്ക് എന്താ വന്നിരിക്കുന്നത് നോക്കിയേ. A and B ഇൻവെസ്റ്റ് ഇൻ എ ബിസിനസ് ഇൻ ദ റേഷ്യോ എത്രയാണ്? 5:4. അപ്പോൾ എയും ബിയും, അപ്പോൾ എ എത്രയാണ്? 5ഉം ബി എന്ന് പറയുന്നത് എത്രയാണ്? 4ഉം ഇൻവെസ്റ്റ് ചെയ്തു. ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് if 10% of the total profit goes to എത്രയാ? ചാരിറ്റി. അപ്പോൾ ഇവരുടെ ടോട്ടൽ പ്രോഫിറ്റിന്റെ 10% എങ്ങോട്ട് പോയി? ചാരിറ്റിക്ക് പോയി. അതിനുശേഷം എന്താ? എയുടെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 7500 ആണ്. എയുടെ പ്രോഫിറ്റ് ഷെയർ 7500 ആണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എന്താണെന്നുള്ള കേസാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, ഇപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റിനെ നമുക്ക് പി ആയിട്ട് എടുത്തു എന്ന് വിചാരിച്ചേ. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പി ആണെന്ന് വിചാരിച്ച്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് പി ആണെങ്കിൽ ഇവിടെ നമുക്ക് എ പ്ലസ് ബി, എയും ബിയും ഇൻവെസ്റ്റ് ചെയ്തത് 5x ഉം 4x അല്ലേ? അതായത് 9x ആണ്. ക്ലിയർ ആണല്ലോ. ഏതാണ്? 9x ആണ്. ഓക്കെ അല്ലേ? ഈ 9x എന്നുള്ള കേസ് തർക്കമില്ലല്ലോ. 9x എന്ന് പറയുന്ന കേസ് വേണമെങ്കിൽ ആ ഒരു പി നമുക്ക് അവിടെ അങ്ങ് മാറ്റാം. ഈ പി എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ പി അങ്ങ് മാറ്റാം. അത് എക്സ് ആണെന്ന് വിചാരിക്കാം. എന്തായാലും കുഴപ്പമില്ല, ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഇത്. അപ്പോൾ നമുക്ക് അവിടെ പി തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക എന്തായാലും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ശ്രദ്ധിച്ചേ, ഇവിടെ 9x എന്ന് പറയുന്ന കേസ് വന്നു. ഇതിൻ്റെ 10% എന്ത്? ചാരിറ്റിക്ക് പോയത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ 10% എന്ത് ചെയ്തിട്ടുണ്ട്? ചാരിറ്റിക്ക് പോയി. ഓക്കെ അല്ലേ? അപ്പോൾ 10% എന്ന് പറയുന്നത് 9x/10 ആണ് എന്ത് ചെയ്തത്? ചാരിറ്റിക്ക് പോയത്. ഓക്കെ അല്ലേ? അപ്പോൾ ആക്ച്വലി ഇവരുടെ ഗെയിൻ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് എന്താണോ അതിൻ്റെ എത്രയാ? 10% ചാരിറ്റിക്ക് പോയി കഴിയുമ്പോൾ ഇതിന് ബാക്കി എത്ര ഉണ്ടാവും? ഇവരുടെ ഒരു 90% വരുമല്ലേ? 90% എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം എന്താണ് ആക്ച്വൽ ഗെയിൻ എന്ന് പറയുന്നത്? ആക്ച്വൽ എന്ന് പറയുന്നത് 9p/10 തന്നെ അല്ലേ? 9x/10 എന്ന് പറയുന്ന കേസ് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന കേസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 10% പോയാൽ
10% പോയാൽ പിന്നെ 90 അല്ലേ ഉള്ളൂ, 90/100 അല്ലേ. അപ്പൊ ആ 90/100 എന്ന് പറയുന്നതിന്റെ 0 പോകുമ്പോൾ 9/100 9/10 തന്നെയല്ലേ വരുന്നേ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഒരു കേസ് ഉണ്ടല്ലോ, ഇതിന്റെ എത്രയാണ്? 5/9 ആണ് ഏതെന്ന് പറയുന്നത് 7500. അതായത് ഇതിന്റെ 5/9, അതായത് എയുടെ പോർഷൻ എത്രയാണ്? ഈ 10% ഏതിന് ചാരിറ്റിക്ക് പോയതിന് ശേഷമുള്ള 9p/10ന്റെ എത്ര ശതമാനമാണ്? 5/9 ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഓക്കെ, p/2 എന്ന് പറയുന്നത് ഏത് വരും? 7500. അപ്പോൾ p എത്ര വരുന്നുണ്ട്? 15000. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരുന്നുണ്ട്? ഓപ്ഷൻ ഡി. ശ്രദ്ധിച്ച്, വേറെ ഒന്നുമില്ല. നമ്മളിത് അധികം ഗഗനമായിട്ടൊന്നും ചിന്തിക്കാതെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള കേസ്, കുറച്ച് ഒരു ഐഡിയ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ ആണല്ലോ, ഞാൻ ആരെയും കുറ്റം പറയല. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള ചില മെത്തേഡ്, ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എക്സ് വന്നു പി വന്നു ഏതെടുക്കും എന്നുള്ളത്, ഇതൊന്നും നിങ്ങൾക്ക് ടെൻഷൻ ആവില്ല. ഇത് നമുക്കൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ട്രിക്കുകളുണ്ട്, ഓരോന്നിനും ഓരോ രീതിയിലുള്ള ട്രിക്കുകളുണ്ട്. അല്ലെങ്കിൽ പൊതുവായിട്ട് നമുക്ക് എങ്ങനെ എടുക്കണം, ഇവിടെ എക്സ് ഉണ്ട്, അപ്പോൾ എക്സ് വെച്ചല്ലേ ചെയ്യേണ്ടത് എന്നൊരു ചിന്തയൊന്നും വേണ്ട. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ഏതിലൂടെ നിങ്ങൾക്ക് കിട്ടും? നമ്മുടെ ഓരോ ക്ലാസ്സുകളിലൂടെ കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം SSCയുടെ MTSന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പലരും എവിടെ എങ്ങനെ ചെയ്യണം, ഒരുപാട് പേര് പരസ്യങ്ങളൊക്കെ കണ്ടുപോയി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ AZB അക്കാഡമി നിങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ AZB അക്കാഡമി എന്ന ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു MTSന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 60 days ബാച്ചാണ്. ഓക്കെ ആണല്ലോ, 60 days ബാച്ച്. അത് വെറും 1499 രൂപയാണ്. ഇതൊരു സാധാരണ ഒരാളുകളെ സംബന്ധിച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ളിടത്തു നിന്നുള്ള വലിയൊരു ഫീയിൽ നിന്ന് വളരെ കുറച്ചൊരു ഫീ മാത്രമാണ് ഈ 1499 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു പൈസ ആകുമ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ടാവും. അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് എത്രയാണ്? റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. മാത്രമല്ല ലൈവ് ക്ലാസ്സുകളും കിട്ടും. റെക്കോർഡഡ് ക്ലാസ്സിന് പുറമെ നിങ്ങൾക്ക് എന്തും കിട്ടുന്നുണ്ട്? ലൈവ് ക്ലാസ്സുകളും കിട്ടുന്നുണ്ട്. ഇത് നമ്മളുടെ MTSന്റെ എല്ലാ സിലബസിൽ പറഞ്ഞിട്ട് എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യും. സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഏതിലൂടെ കവർ ചെയ്യും? നമ്മുടെ ഈ ഓരോ ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? കവർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് 60 ദിവസത്തെ ഒരു ക്ലാസ്. അപ്പോൾ വെറും ക്ലാസ് മാത്രമേ ഉള്ളൂ? അല്ല, ഓരോ നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഒരു ഇത്ര ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിൻ്റെ എക്സാമിനേഷൻ നടത്തും. ഒരു നിശ്ചിത ക്ലാസ് നിങ്ങളിവിടെ കഴിയുമ്പോൾ അതിൻ്റെ എന്തുണ്ടാവും? എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിനേഷനിലൂടെ നിങ്ങൾ ആ ഒരു സമയം, ആ ഒരു നിശ്ചിത, ഇപ്പോൾ ഉദാഹരണം പറയാം 4 ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു എക്സാം വരുമ്പോൾ ഈ ഒരു 4 ക്ലാസ്സിൻ്റെ എക്സാമിനേഷൻ നിങ്ങൾക്കൊരു റിവിഷനൂടെ ചെയ്യാം. അത് നിങ്ങൾ എത്രത്തോളം പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ലൈവ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അങ്ങനെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും ഉണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ അത് കൂടാതെ തന്നെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ മോക്ക് ടെസ്റ്റുകളും ഓക്കെ, നമുക്ക് ഈ MTSന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങളുടെ ഈ ഒരു കോഴ്സിലൂടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറില്ലേ, ഈ ഒരു നമ്പറില്ലേ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ മേളിൽ തരുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. പിന്നെ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാകില്ല കേട്ടോ. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഇതൊരിക്കലും ഒരു നഷ്ടമാകില്ല. നിങ്ങൾക്ക് ഒരു ചിട്ടയായിട്ട് അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് സാധിക്കും. കാരണം ഈ 60 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത്, ഈ 60 ദിവസത്തെ ക്രാഷ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു നിശ്ചിത പാറ്റേൺ അടിസ്ഥാനത്തിൽ, വെറുതെ കുറച്ച് ക്ലാസ്സുകൾ തരിക എന്നുള്ളതല്ല, ഒരു നിശ്ചിത പാറ്റേൺ അനുസരിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പഠിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഞാൻ അധികം അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നോക്കിയേ, എ മോട്ടോ കാർ ഗോസ്
to a place at a speed of 20 kilometer and returns from there at a speed of 30 kilometer per hour. The average speed in kilometer per hour of the കാറിൻ്റെ എൻറ്റയർ ജേർണി. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നോക്കിയുടെ ഒരു കാർ ഇവിടെ നിന്ന് ഇവിടേക്ക് പോയി എത്ര കിലോമീറ്റർ സ്പീഡിലാണ് 20 കിലോമീറ്റർ സ്പീഡിലേക്ക് പോയി. അതേപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു എത്ര കിലോമീറ്റർ സ്പീഡിലാണ് 30 കിലോമീറ്റർ സ്പീഡിൽ. ഓക്കെ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആവറേജ് സ്പീഡാണ് നമുക്കറിയാം. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇങ്ങോട്ട് വന്നത് ഏതായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2x ആണ്. ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇവിടെ ടൈം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ എക്സ് ബൈ 20 പ്ലസ് എക്സ് ബൈ 30. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവുകയും തിരിച്ചു വരികയും ചെയ്യും. ചെയ്യുന്നതായതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നത്. ഇനി ഇയാൾ പോയ ദൂരം വ്യത്യസ്തമാണെങ്കിൽ ആദ്യമേ എന്ത് ചെയ്തു? എക്സ് ദൂരം പോയി അതിൻ്റെ 3 ഇരട്ടിയാണ് പോകുമ്പോൾ ആ രീതിയിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഡിസ്റ്റൻസ് വ്യത്യാസമാണെങ്കിൽ. ഓക്കെ, ഒരു നിശ്ചിത ദൂരമുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഇത്ര കിലോമീറ്റർ, രണ്ടാമത്തെ ഇത്ര ദൂരം, ഇങ്ങനെ പോയി ആ എൻറ്റയർ ജേർണിയുടെ ആവറേജ് സ്പീഡ് കാണാനാവുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൂരം സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് 2xy ബൈ എക്സ് പ്ലസ് വൈ. അതായത് എക്സ് വൈ എന്ന് പറയാം എക്സ് അങ്ങോട്ട് പോയത് വൈ ഇങ്ങോട്ട് വന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 2 × 20 × 30 ഡിവൈഡഡ് ബൈ 20 + 30. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 × 20 × 30 ഡിവൈഡഡ് ബൈ 50. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു പൂജ്യവും കൂടെ വെട്ടിപ്പോയി 5ഉം 20 കൂടെ പോകുമ്പോൾ എത്രയാണ്? 4. അപ്പോൾ എത്ര കിട്ടും? 2 × 4 × 3. 2 × 4 × 3 എന്ന് പറയുമ്പോൾ 24. ആൻസർ എന്ത് വരും? 24. ഓക്കെ ആണല്ലോ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് പോകുന്നതെങ്കിൽ, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണക്ക് കൂട്ടുന്നതെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാവുള്ളൂ? ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പുറത്തോട്ട് പറഞ്ഞ് നമ്മൾ മാറ്റി എഴുതിയില്ലേ എത്ര ഡിസ്റ്റൻസ്, അവിടെ 2x എന്ന് പറഞ്ഞെങ്കിലും അവിടെ എത്ര ഡിസ്റ്റൻസ് ആണോ പോകുന്നത് അതനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എ മാൻ ഇൻവെസ്റ്റ് ആൻ എമൗണ്ട് അറ്റ് റുപ്പീസ് എത്രയാ? 15,860. ഓക്കെ ആണല്ലോ. ഇൻ ദ നെയിം ഓഫ് ദെയർ ഹിസ് 3 സൺസ്. അയാൾ 3 മക്കൾ ABCD ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഗെറ്റ് ദ സെയിം എമൗണ്ട്. അവർക്ക് എന്ത് കിട്ടി? സെയിം എമൗണ്ടാണ് കിട്ടിയത് അല്ലേ. അവർക്ക് എന്ത് കിട്ടി? സെയിം എമൗണ്ട് കിട്ടി. ഫോർ എത്രയാ? 2, 3, 4 ഇയേഴ്സ് 2, 3, 4 ഇയേഴ്സ് റെസ്പെക്റ്റീവ്ലി. അതായത് എ എന്ന് പറയുന്നത് 2 ആയിരിക്കും, ബി എന്ന് പറയുന്നതിൻ്റെ ഇയർ 3 ആയിരിക്കും, സി എന്ന് പറയുന്നതിൻ്റെ എത്രയായിരിക്കും? 4 ഇയേഴ്സ് ആയിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവർക്കതിൻ്റെ എന്താണ് കിട്ടിയത്? അവർക്കതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് കിട്ടിയ ആ എമൗണ്ട് കൊടുത്തപ്പോൾ ഇവർക്ക് കിട്ടിയത് എന്താണ്? ഈക്വൽ ആയിട്ടുള്ള കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇതിൻ്റെ ഇഫ് ദി റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 5%. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5%. എല്ലാവർക്കും 5%. അപ്പോൾ എമൗണ്ട് വ്യത്യാസം വരും. മനസ്സിലായില്ലേ? ഇവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് സെയിം ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ എമൗണ്ടിന് എന്തുണ്ടാവും? വ്യത്യാസം വരും. ദെൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഓരോരുത്തരുടെയും പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എയും ബിയും സിയും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് അത് 3 കൂടെ കൂട്ടുന്നതാണ് ഏത്? 15,860 എന്ന് പറയുന്ന കേസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം. PA + PB + PC എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് 15,860. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ചിട്ട് ഞാനിത് വേറെ ഒരു രീതിയിലേക്കും ഇതിനെ അങ്ങോട്ട് പോകുന്നില്ല. അല്ലാത്ത കേസിലേക്ക് നമുക്കൊന്ന് വന്ന് നോക്കാം. നോക്കിയേ,
പി എ ഇൻറ്റു 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു പി ബി ഇൻറ്റു 3 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു പി സി ഇൻറ്റു എത്രയാ 4 ഇയേഴ്സ് ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100. ഇത് സെയിം അല്ലേ? ഇതിവിടെ സെയിം അല്ലൂടെ? അപ്പം അങ്ങനെ വരുമ്പോൾ ഇതും 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 ക്യാൻസൽ ആയിപ്പോയി. ക്ലിയർ ആണല്ലോ? ഇതും ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ 5 എല്ലായിടത്തും സെയിം ആണ് അല്ലേ? 5 എല്ലായിടത്തും എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് തന്നെ 5ഉം നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 2PA ഇസിക്കൽ ടു 3PB ഇസിക്കൽ ടു 4PC അങ്ങനെ കിട്ടുമല്ലോ. ഇനി ഇതിനെ റേഷ്യോയിലേക്ക് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോയിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഈസ് ടു 1/3 ഈസ് ടു 1/4. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇതിനി ചെയ്യാൻ പോകുന്നത് ഏതാണ്? റേഷ്യോയെ സംബന്ധിച്ചിട്ടാണ് അല്ലേ? ഇതിനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? റേഷ്യോയെ സംബന്ധിച്ചിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പം നമ്മൾ ഇതിനെ എഴുതുമ്പോൾ 1/2 ഇൻറ്റു 12 ഈസ് ടു 1/3 ഇൻറ്റു 12 ഈസ് ടു 1/4 ഇൻറ്റു 12. നമുക്കറിയാം ഈ രീതിയിൽ കിടക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ LCM എടുത്ത് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഡിനോമിനേറ്ററിൻ്റെ LCM എടുത്തിട്ട് ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് വരുന്നുണ്ട്? 6. 12 2 പോയി. ഇതെത്ര വരുന്നുണ്ട്? 4. ഇതെത്ര വരുന്നുണ്ട്? 3. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6 4 3. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ABC എന്നത് കറക്റ്റായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ നോക്കിയേ, ABC എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് ഒരിക്കലും ABC കറക്റ്റായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു ഓർഡറിന് വ്യത്യാസം വരുത്തരുത്. ഓക്കെ ആണല്ലോ? ആ ഒരു ഓർഡറിന് വ്യത്യാസം വരുത്തരുത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ആൻസർ നമുക്ക് എന്ത് വരുന്നുണ്ട്? 6 4 3 എന്ന് പറയും. ഓക്കെ ആണല്ലോ? 6 4 3. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആവറേജ് ഓഫ് 2 numbers is 7.5. Average of 2 numbers is 7.5 and square root of their product is 6. Then the numbers are. നോക്കിയേ, ഒരു 2 നമ്പറിൻ്റെ ആവറേജ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ XY എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് അതായത് X+Y/2 എന്ന് പറയുന്നത് എത്രയാണ്? 7.5 ആകുമ്പോൾ നമുക്കറിയാം X+Y എന്ന് പറയുന്നത് എത്ര വരും? 15. X+Y എന്ന് പറയുന്നത് എത്ര വരും? 15. ക്ലിയർ ആണല്ലോ? അതായത് എക്സും വൈയുടെ ആവറേജ് 7.5 ആണെങ്കിൽ X+Y എത്രയാണ്? 15. ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് XY. എന്താണ്? പ്രോഡക്റ്റ്, അവരുടെ പ്രോഡക്റ്റിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണെങ്കിൽ XY എന്ന് പറയുന്നത് എത്രയാ? 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആയിരിക്കും. എത്രയായിരിക്കും? 36. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പം നമുക്ക് ആകെ അറിയാവുന്നത് X+Y എന്ന് പറയുന്നത് 15ഉം XY എന്ന് പറയുന്നത് 36ഉം ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം ഈ നമ്പറുകളെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നമുക്കൊരു കാര്യം, നമ്മൾ ലോസ് ഓഫ് എക്സ്പൊണൻസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ആവറേജ് ആണ് വരുന്നത്, പക്ഷേ ഇതിനെ എങ്ങനെ ചെയ്യാം? അങ്ങനെയാണ് നമ്മുടെ ലോസ് ഓഫ് എക്സ്പൊണൻസ് എന്ന് പറയുന്ന ക്ലാസ്സിന് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. നോക്കിയേ, X-Yയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? X+Yയുടെ സ്ക്വയർ മൈനസ് 4XY ആണ്. ഓക്കെ അല്ലേ? ഓർമ്മയുണ്ടല്ലോ? എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് X+Y കിട്ടി, X-Yയും കൂടെ കിട്ടിയാൽ ഓരോ നമ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാം? അത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുകയും ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുകയും ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ X+Y എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു XY, 4 ഇൻറ്റു 36 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു, ഇപ്പം നോക്കി, 4 ഇൻറ്റു 36 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 4 4 1. ഓക്കെ, 144. ഓക്കെ ആണല്ലോ? മൈനസ് 144. അപ്പോൾ 225 മൈനസ് 144 അതെന്ന് പറയുന്നത് എത്രയാണ്? 81 ആണ്. ക്ലിയർ ആണല്ലോ? അത് എത്രയാണ്? 81. അപ്പം നോക്കിയേ, X-Y ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 81 ആകുമ്പോൾ X-Y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.
എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞ എത്രയാണ് 9. അപ്പം നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലായി. എന്താണ്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 15ഉം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 9ഉം ആണെങ്കിൽ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അതങ്ങ് പോകും അല്ലേ. 2x എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? 24. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്ര വരും? എക്സ് എന്ന് പറയുന്നത് എത്ര വരും? 12. ഓക്കെ അല്ലേ. 2x എന്ന് പറയുന്നത് 24 അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 12. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 12 കിട്ടിയാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 15 അല്ലേ. അപ്പോൾ വൈ എന്ന് പറയുമ്പോൾ 15 - 12 വൈ = എത്ര വരും? 3. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? ഓപ്ഷൻ ഡി. ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ. അപ്പം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ള 7 ക്വസ്റ്റ്യൻസ്. നമ്മളിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് എന്തുകൊണ്ട് നിങ്ങളുടെ ഇത് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയോ ഇത്രയും ചെയ്യുന്നതിന് ഇത് കുറേ സമയം എടുക്കുമല്ലോ എന്നുള്ള കാര്യങ്ങളുടെ ഒരു ഡൗട്ട് നിങ്ങളിലേക്ക് വരാം. ഒരിക്കലുമല്ല. ഞാനിത് നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതെന്താണ് ഇത് ഇച്ചിരി ലെങ്തി ആണല്ലോ എന്ന് ചോദിച്ചത്. പക്ഷേ ഇത് നമ്മൾ ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെത്തേഡ് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതൊരിക്കലും എന്താവത്തില്ല, ലെങ്തി ആവത്തിട്ട് തോന്നത്തില്ല. പല കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് ടിപ്സും ട്രിക്കുകളും ഒക്കെയാണ് നമ്മുടെ ക്ലാസ്സിലൂടെ പറയുന്നത്. ബേസിക് ക്ലാസ്സുകളും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സുകളും നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതാണ്ട് ഇപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന കുറേ നമ്പറുകൾ, ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് മാത്രമല്ല നിങ്ങളുടെ നിങ്ങൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാനുള്ളവർ നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ. എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യില്ല ക്ലാസ്സിനെ കുറിച്ച്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പോയാൽ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ലളിതമായിട്ട് വരുന്ന എത്ര വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് നമുക്ക് ഏതിലൂടെ വരുന്നത്, നിങ്ങളുടെ ക്ലാസ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ. ഓക്കെ.